ഇന്ന് നമുക്ക് മൈറ്റ് ബിയുടെ യൂസേജ് എന്താണെന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ മൈറ്റ് ബി യൂസ് ചെയ്യുന്നത്? മൈറ്റ് ബി എന്നത് ഒരു ഫ്രേസ് ആണ്. അതായത് രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു പദസമുച്ചയമാണ് മൈറ്റ് ബി എന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രേസ് എന്ന് പറയും. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി എന്നാണ് പറയുക. അതായത് സാധ്യതയെ കാണിക്കാനും അല്ലെങ്കിൽ അസ്ഥിരമായ ഒരു അവസ്ഥയെ പറയാനുമാണ് നമ്മൾ എപ്പോഴും മൈറ്റ് ബി യൂസ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇറ്റ് മൈറ്റ് ബി റെയിനിങ് ലേറ്റർ എന്ന് നമ്മൾ പറയും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്തേക്കാം. അപ്പോൾ ഈ പെയ്തേക്കാം എന്നത് നമുക്ക് സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് നോട്ട് ഷുവർ, നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്, പക്ഷെ അത് ട്രൂ ആകണമെന്ന് ഇല്ല, സത്യമാകണമെന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയെ കാണിക്കാനാണ് നമ്മൾ മൈറ്റ് ബി സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്.